ആവണി ചന്ദ്രൻ വിവരങ്ങൾ നൽകാൻ. ആവണി, ഈ യുദ്ധം തുടങ്ങിയ ആദ്യ സമയത്ത് തന്നെയാണ് ഈ ഖമനേയി കൊല്ലപ്പെടുന്നത്. അതായത് ഫെബ്രുവരി 28-നായിരുന്നു സംഭവം. അതിനുശേഷം ഈ യുദ്ധ സാഹചര്യമൊക്കെ കൂടുതൽ വഷളാവുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് പോകുന്നു, വെടിനിർത്തലിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? സൂചിപ്പിച്ചതുപോലെ ഈ യുദ്ധം ആരംഭിച്ച സമയത്താണ് ഫെബ്രുവരി 28-നാണ് അമേരിക്കയും ഇസ്രായേലും ഈ ആദ്യഘട്ടത്തിൽ ആക്രമണം ഇറാന് നേരെ നടക്കുന്നത്. ആ സമയത്താണ് ഖമനേയി കൊല്ലപ്പെടുന്നത്. അതിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതൊക്കെ കണ്ടതാണ്. ഈ ഖമനേയി കൊല്ലപ്പെട്ടതിനൊപ്പം ഖമനേയിയുടെ മകളും അതോടൊപ്പം തന്നെ മകളുടെ ഭർത്താവും ഇവരുടെ മകനും മരിച്ചിരുന്നു. എന്തായാലും നിരവധി ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിനായി വലിയ രീതിയിലുള്ള ഔദ്യോഗിക ചടങ്ങുകൾക്ക് ഇറാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ അത് ഔദ്യോഗികമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം അത് വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എപ്പോഴാകും ഈ സംസ്കാര ചടങ്ങുകൾ എന്നുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഇതുവരെയും തീരുമാനങ്ങളൊന്നും തന്നെ ആയിട്ടില്ല. അമേരിക്ക ഇസ്രായേലുമായി നടന്ന യുദ്ധത്തെ തുടർന്ന് ദീർഘകാലമായി ഈ ചടങ്ങുകൾ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. നിലവിൽ ഈ വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ചടങ്ങുകൾ നടത്താനുള്ള തീരുമാനമാകുന്നത്. ഈ സംഭവത്തിൽ എന്തായാലും ഇപ്പോൾ ഈ ട്രംപിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ട്രംപ് ഇപ്പോൾ വെടിനിർത്തലിലേക്ക് കൂടുതൽ നീങ്ങുന്നു എന്നുള്ളൊരു സൂചനകൾ നമുക്ക് പുറത്തു വരുന്നുണ്ട്. കാരണം ഈ ഹോർമസ് കടലിടുക്കിൽ കുടുങ്ങിയ കപ്പലുകൾക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള സമയമായെന്നാണ് ട്രംപ് അറിയിച്ചിട്ടുള്ളത്. ഇതോടെ ഇറാനെതിരെയുള്ള വെടിനിർത്തൽ തുടരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ലോകരാജ്യങ്ങൾക്കടക്കം ലഭിക്കുന്നത്. യുറേനിയം ശേഖരം നശിപ്പിക്കണം, അതോടൊപ്പം തന്നെ ഹോർമസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കണം, അവിടുത്തെ മൈനുകൾ നീക്കണം തുടങ്ങിയ നിബന്ധനകൾ ഇറാൻ അംഗീകരിച്ചു എന്നുള്ള പ്രസ്താവന, ആ രീതിയിലുള്ള ഒരു പ്രസ്താവന ട്രംപ് ഇറക്കിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരമൊരു പ്രസ്താവന കൂടെ ഈ കപ്പലുകൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ സമയമായി എന്നുള്ളൊരു പ്രസ്താവന കൂടെ ട്രംപ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അതേസമയം തന്നെ ഈ ട്രംപ് പറഞ്ഞിട്ടുള്ളതിൽ പകുതിയാണ് സത്യം എന്നുള്ള രീതിയിൽ ഇറാനും പ്രതികരിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. യുറേനിയം ശേഖരത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടായിരുന്നത് പറയുന്നത് ശരിയല്ല എന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ തന്നെ വെടിനിർത്തൽ 60 ദിവസം കൂടി നീട്ടാനുള്ള ഏകദേശ ധാരണയായെന്നാണ് കഴിഞ്ഞ ദിവസം US ഉദ്യോഗസ്ഥർ അറിയിച്ചതെങ്കിലും ഈ ട്രംപിന്റെ അനുമതിക്ക് കൂടെ കാത്തിരിക്കുകയാണ്. ട്രംപിന്റെ അനുമതി ലഭിക്കുന്ന പക്ഷം ഈ 60 ദിവസം കൂടി ഈ വെടിനിർത്തൽ നീട്ടും. അതിനിടയ്ക്ക് ഈ സമയത്തിനിടയ്ക്ക് ഈ ഒരു 60 ദിവസത്തെ വെടിനിർത്തൽ നടക്കുമ്പോൾ ഇതിനിടയ്ക്ക് നടക്കുന്ന ചർച്ചകളും നിർണായകമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഒരു സമയത്തിനുള്ളിൽ മുഴുവൻ കാര്യങ്ങളിലും ഒരു ചർച്ച നടത്തി ഒരു തീരുമാനം, ഒരു നീക്കുപോക്കിലേക്ക് ഇറാനും ഇസ്രയേലും US എത്തുമോ എന്നുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് അറിയേണ്ടതായുണ്ട്. എന്തായാലും നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഈ ഒരു കരാറിലേക്ക് നീങ്ങുന്ന 60 ദിവസം കൂടെ കരാറിലേക്ക് നീങ്ങുന്ന വെടിനിർത്തലിനായുള്ള കരാറിലേക്ക് നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് കൊല്ലപ്പെട്ട പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിനായി വലിയ രീതിയിലുള്ള ഔദ്യോഗിക ചടങ്ങുകൾക്ക് ഇറാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. അമേരിക്കയും ഇസ്രായേലുമായി നടന്ന യുദ്ധത്തെ തുടർന്ന് ദീർഘകാലമായി ഈ ചടങ്ങുകൾ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഈ സംസ്കാര ചടങ്ങുകൾ എപ്പോൾ നടക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ ഒരു തീരുമാനമായിട്ടില്ല. ചടങ്ങുകൾക്കായി വിവിധ ഏജൻസികൾ ആസൂത്രണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ നടത്തി വരികയാണ് എന്നുള്ള വിവരങ്ങളാണ് പറയുന്നത്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലിൽ നടത്തിയ ആദ്യ ആക്രമണങ്ങളിലാണ് ഖമനേയി കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മകനും അതോടൊപ്പം തന്നെ പിൻഗാമിയുമായ മുസ്തഫ ഖമനേയിക്കും പരിക്കേറ്റിരുന്നു. ഇതും നമ്മൾ കണ്ടതാണ്. അധികാരം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഗുരുതരമായ പരിക്കേറ്റിരുന്നു എന്നുള്ള സൂചനകളൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതിലൊന്നും തന്നെ വലിയ രീതിയിലുള്ളൊരു റിപ്പോർട്ടുകൾ നമുക്കിപ്പോഴും ലഭ്യമായിട്ടില്ല. എത്രത്തോളം പരിക്കാണ് അദ്ദേഹത്തിന്റെ മകൻ മുസ്തഫ ഖമനേയിക്ക് ഏറ്റിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നിലവിൽ വ്യക്തത വന്നിട്ടില്ല. ഈ ആക്രമണത്തിലാണ് ഖമനേയിയുടെ മകൾ സഹദ ഹദാദിലും അതോടൊപ്പം തന്നെ ഭർത്താവ് മിസ്ബാഹ് അൽ ബഗേരിയും കൊല്ലപ്പെടുന്നത്. ഇവരുടെ മകനും ഖമനേയ്ക്കൊപ്പം തന്നെ കൊല്ലപ്പെട്ടിരുന്നു. ഖമനേയി ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുത്ത യോഗത്തിനിടയിലാണ് ഓഫീസ് സമുച്ചയത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഇതിലാണ് ഈ 4 പേരും മരിച്ചത്. എന്തായാലും സംഘർഷങ്ങളൊക്കെ മാറി കൂടുതൽ വെടിനിർത്തൽ കരാർ 60 ദിവസത്തേക്ക് കൂടെ നീങ്ങാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ തുറന്നു കാണുന്നത്. ഇതോടെ ഈ ഒരു വെടിനിർത്തൽ തുടരുമെന്നുള്ളൊരു പ്രതീക്ഷ അത് ലോകരാജ്യങ്ങൾക്ക് മേൽ ലഭിച്ചിട്ടുണ്ട്. ഈ സൂചിപ്പിച്ചതുപോലെ യുറേനിയം ശേഖരം നശിപ്പിക്കണമെന്നും ഹോർമസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കണമെന്നുമുള്ള നിബന്ധനകളാണ് US മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവിടുത്തെ മൈനുകൾ നീക്കം ചെയ്യണമെന്നുള്ള ഒരു നിബന്ധനയും ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ ഇറാൻ അംഗീകരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്.
ആവണിയാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.